മക്കളെ, 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോണത്. രണ്ടാമത്തെ ചാപ്റ്റർ ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? നമുക്കറിയാം STPയിൽ ഏത് സാധനമായാലും STPയിലാണെന്നുണ്ടെങ്കിൽ 1 മോൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അത് ഏത് സാധനമായാലും STPയിലാണോ 1 മോളാണോ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? 22.4 ലിറ്റർ, 22.4 ലിറ്റർ ആയിരിക്കും. ഇനി അത് STPയിൽ 2 മോൾ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 22.4നെ 2 കൊണ്ട് ഗുണിക്കണം. സിമ്പിൾ അല്ലേടാ? ഇനി രണ്ടാമത്തെ ചോദ്യം, STPയിൽ സ്ഥിതി ചെയ്യുന്ന 68 ഗ്രാം അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? സൂചന നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? NH3ൻ്റെ മോളിക്കുലർ മാസ് 17 ആണ് എന്ന് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടേ? 68 ഗ്രാം അമോണിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. നേരിട്ട് വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ആദ്യം എന്താ ചെയ്യണ്ടേ? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഗിവൺ മാസ് എങ്ങനെ വേണം? ഗ്രാമിൽ വേണം. ഏതിൽ വേണം? ഗ്രാമിൽ വേണം. ബൈ മോളിക്കുലാർ മാസ്. നമുക്ക് എത്രയാണോ മോളിക്കുലാർ മാസ് ഉള്ളത് അത്. നമുക്കിവിടെ തന്ന ഗിവൺ മാസ് എത്രയാണ്? തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ എത്രയാണ്? 68 ഗ്രാമാണ്. അമോണിയയുടെ എന്ത് തന്നിട്ടുണ്ട്? മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 17 ഗ്രാമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കണക്ക് ഏതാണ്? 68/17 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 മോള് എന്ന് ഉത്തരം കിട്ടും. എത്ര കിട്ടുക? 4 മോള്. നമ്മൾ ഉത്തരം ആയോ? ഇല്ല. നമ്മളോട് എന്താ ചോദിച്ചത്? വ്യാപ്തമാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വ്യാപ്തമാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മോൾ ആണെങ്കിൽ നമുക്കറിയാം 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 മോൾ ആണെങ്കിൽ എന്താ ചെയ്യുക? 4 ഗുണിക്കണം 22.4 ലിറ്റർ. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 89.6 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഇനി 68 ഗ്രാം അമോണിയ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? 68 ഗ്രാമാണ് അമോണിയാണ്. നമുക്ക് നേരത്തെ തന്ന അതേ സാധനമാണ്. നമ്മൾ അതിൻ്റെ മോള് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. എന്താ ചോദിച്ചത്? തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചത്. 1 മോൾ ആണെങ്കിൽ എത്ര തന്മാത്രകളാണ് ഉണ്ടാവുക? 1 മോൾ ആണെങ്കിൽ അവോഗാഡ്രോ നമ്പർ തന്മാത്രകൾ ഉണ്ടാവും. ഏതാ ഈ അവോഗാഡ്രോ നമ്പർ? 6.022 ഇൻറ്റു 10⁻23. 6.022 ഇൻറ്റു 10⁻23. അപ്പം 4 മോൾ ആണെങ്കിലോ? 1 മോൾ ആണെങ്കിൽ അവോഗാഡ്രോ നമ്പർ. 4 മോൾ ആണെങ്കിൽ എത്രയുണ്ടായിരിക്കും? 4 ഗുണിക്കണം 6.022 ഇൻറ്റു 10⁻23. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം NA. എന്താ ഈ NA എന്ന് പറഞ്ഞാൽ? അവോഗാഡ്രോ നമ്പർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, ഒരു GMM ഏതൊരു പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം ഡാഷ് ആയിരിക്കും? ഇപ്പം പറഞ്ഞേയുള്ളൂ. ഒരു GMM തന്നാൽ നമ്മളോട് എന്തിൻ്റെ എണ്ണ ചോദിക്കുക? ഗ്രാം മോളിക്കുലാർ മാസ് തന്നാൽ തന്മാത്രകളുടെ എണ്ണയായിരിക്കും. ഗ്രാം ആറ്റോമിക് മാസ് തന്നാലോ ആറ്റങ്ങളുടെ എണ്ണയായിരിക്കും ചോദിക്കാം. ഒരു GMM ആയാൽ എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും? അവോഗാഡ്രോ നമ്പർ തന്മാത്രകൾ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക? 1 മോൾ. അതിനാണ് എന്ത് പറയുക? 1 മോൾ. ഇനി ഒരു GAM ആയാലോ? ഒരു ഗ്രാം ആറ്റോമിക് മാസിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാലോ അതും എത്രയായിരിക്കും? 1 മോൾ ആറ്റങ്ങൾ, അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ. A, B എന്നിവ 2 വാതക സിലിണ്ടറുകളാണ്. എയിലുള്ള വാതകത്തെ താപനിലയിൽ മാറ്റം വരുത്താതെ B എന്ന സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റുന്നു. എയും ബിയും തന്നിട്ടുണ്ട്. എനെയും ബിനെയും നന്നായിട്ട് നോക്കുക. എ എന്ന സിലിണ്ടർ കുറച്ച് വലിയ സിലിണ്ടറാണ്. ബിയോ ചെറിയ സിലിണ്ടറാണ്. അപ്പോൾ അവിടെ എന്താ കുറഞ്ഞത്? വ്യാപ്തം, വോള്യമാണ് കുറഞ്ഞിട്ടുള്ളത്. വാതകം എ എന്ന സിലിണ്ടറിലാകുമ്പോഴും ബി എന്ന സിലിണ്ടറിലാകുമ്പോഴുമുള്ള മർദ്ദം താരതമ്യം ചെയ്യുക. വ്യാപ്തം കുറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദത്തിന് എന്താ പറ്റുക? നമുക്കറിയാം, വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയും, വ്യാപ്തം കുറഞ്ഞു കഴിഞ്ഞാലോ മർദ്ദം കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടായേ? വ്യാപ്തം കുറയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? മർദ്ദം
കൂടും. മർദ്ദം എന്ത് ചെയ്യും? കൂടും. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഈ വ്യാപ്തം, വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, മർദ്ദം കുറയുന്നു, അല്ലെങ്കിൽ വോളിയം കുറയുന്നതിനനുസരിച്ച് പ്രഷർ മർദ്ദം കൂടുന്നു എന്നൊക്കെ പറയുന്നത് ഏത് നിയമത്തിലാണ്? ബോയിൽ നിയമത്തിലാണ്. ഇതിലാണ് ബോയിൽ നിയമത്തിലാണ്. ഇവിടെ താപനില എന്തായിരിക്കണം? സ്ഥിരമായിരിക്കണം. ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. സി ക്വസ്റ്റ്യൻ. 2 atm മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 10 ലിറ്റർ വാതകത്തെ താപനിലയിൽ വ്യത്യാസമില്ലാതെ 20 ലിറ്റർ വ്യാപ്തമുള്ള മറ്റൊരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ പുതിയ മർദ്ദം എത്രയായിരിക്കും? അപ്പൊ നമ്മളോട് എന്താ ചോദിക്കുന്നേ? 10 ലിറ്റർ വാതകമുണ്ട്, 2 atm മർദ്ദത്തിലാണ് സൂക്ഷിക്കുന്നത്. താപനിലയിൽ മാറ്റമില്ലാതെ ആ 10 ലിറ്ററിനെ എന്തിലേക്ക് മാറ്റുന്നു? 20 ലിറ്ററിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ മർദ്ദം ഏതാണ് എന്നാ ചോദിക്കുന്നത്. നമുക്കറിയാം ബോയിൽസ് ലോയിൽ എന്താ പറയുന്നത്? വോള്യം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയാന്ന് വെച്ചാൽ എന്താണ്? വോള്യം കൂടുമ്പോഴാണ്, വ്യാപ്തം കൂടുമ്പോഴാണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v. പി എന്തിന് നേരനുപാതത്തിലാണ്? 1/vക്ക് നേരനുപാതത്തിലാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി വി എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പി വി എന്താണ്? ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യയാണ് എന്ന് എഴുതാം. ഇതിനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? P2 V2 ആയിരിക്കും. P1 V1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? P2 V2. ഒരു സിസ്റ്റത്തിലെ ആദ്യത്തെ പ്രഷറാണ് P1, ആദ്യത്തെ വോള്യമാണ് V1, ആദ്യത്തെ മർദ്ദം P1ഉം ആദ്യത്തെ വ്യാപ്തം V1ഉമാണ്. രണ്ടാമത്തേതായിരിക്കും എന്ത്? P2ഉം V2ഉം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് എഴുതി വയ്ക്കാം. ഒരു പ്രോബ്ലം തന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ തന്നിട്ടുണ്ടോ എന്നുള്ളത് താഴത്തേക്ക് എഴുതാം. എന്താ തന്നേ? ആദ്യം പ്രഷർ തന്നിട്ടുണ്ടല്ലേ. P1 എത്രയാണ്? 2 atm. ഇനി എന്താ തന്നെ? V1 തന്നിട്ടുണ്ട്. എത്രയാണ്? ആദ്യത്തെ വ്യാപ്തം 10 ലിറ്റർ. P2 തന്നിട്ടുണ്ടോ? ഇല്ല. P2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. V2 തന്നിട്ടുണ്ടോ? V2 തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ലിറ്റർ. P2 നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്താ ഇക്വേഷൻ? P1 V1 സമം P2 V2. ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? P2 കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? P1 V1 by V2. ചെയ്യാൻ എളുപ്പമല്ലേടാ? P1 തന്നിട്ടുണ്ട്, V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? 2 × 10/20 ചെയ്താൽ എത്ര കിട്ടും? P2 1 atm ആണ് എന്ന് കിട്ടും. P2 എത്രയാന്ന് കിട്ടും? 1 atm ആണ് എന്ന് കിട്ടും. പ്രോബ്ലം ചെയ്ത് പഠിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം. നമ്മൾ പറഞ്ഞു 1 ഗ്രാം ആറ്റോമിക മാസ് ആണെങ്കിൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അവോഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അടുത്ത ചോദ്യം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ ഏത് വാതകത്തിൻ്റെയും വ്യാപ്തം? സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു STPയിലാണ് 1 മോൾ ആണ് എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഏത് വാതകമായാലും 22.4 ലിറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട വാതക നിയമങ്ങൾ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ആകെ 3 വാതക നിയമങ്ങളേ ഉള്ളൂ. ആ 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ഒന്നാമത്തെ സന്ദർഭമാണ് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അല്പസമയത്തിന് ശേഷം പൊട്ടുന്നു. അവിടെ എന്തായിരിക്കും കൂടുന്നത്? ടെമ്പറേച്ചർ അല്ലേ? വെയിലത്തല്ലേ വെച്ചത്? വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് പൊട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് കൂടണം? വ്യാപ്തം കൂടണം. അപ്പൊ ഇവിടെ എ ക്വസ്റ്റ്യൻ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? വോള്യം. താപനില കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കൂടുന്നുണ്ട്. മർദ്ദത്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഈ ടെമ്പറേച്ചറും വോള്യം കൂടി തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ, അത് ഏതാണ്? താപനിലയും വ്യാപ്തവും തമ്മിൽ യോജിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ ചാൾസ് നിയമം. ഏതാണ്? ചാൾസ് നിയമം അല്ലേ? ഒരു സ്ഥിരമായ മർദ്ദത്തിലിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും വോള്യം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോഴോ വോള്യം വ്യാപ്തം കുറയും. ബി ക്വസ്റ്റ്യൻ.
ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഒരു അക്വേറിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബബിൾസ് വരികയാണെങ്കിൽ ഏറ്റവും അടിയിലുള്ള ബബിൾ ചെറുതായിരിക്കും. മുകളിലേക്ക് വരുന്നതിനനുസരിച്ചോ ഈ ബബിളിന്റെ വലുപ്പം കൂടി കൂടി വരും. കാരണം എന്താണടാ? നമ്മുടെ അക്വേറിയത്തിൻ്റെ ഏറ്റവും അടിയിൽ എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറയണം? വ്യാപ്തം, വോള്യം കുറയണം. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോൾ മർദ്ദം കുറയുന്ന സമയത്ത് എന്ത് കൂടണം? വോള്യം അല്ലെങ്കിൽ വ്യാപ്തം കൂടണം. അപ്പം ഇത് ഏതാ നിയമം? ഇത് നമ്മുടെ ബോയിൽ നിയമമാണ്. ഏതാണ്? ബോയിൽ നിയമമാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു നിയമം കൂടി ഉണ്ട്, അവോഗാഡ്രോ നിയമമാണ്. അവോഗാഡ്രോ നിയമത്തിൽ എന്താ പറയണത്? നമ്മൾ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് അതിലുള്ള തന്മാത്രകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? നമ്പർ എന്ത് ചെയ്യും? കൂടും. അതായത് നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്നതിനനുസരിച്ച് ബലൂണിന്റെ വലുപ്പം കൂടുന്നില്ലേ? അത് എന്തുകൊണ്ടാണ് വ്യാപ്തം കൂടുന്നത്? നമ്മൾ അതിലേക്ക് ഇറക്കുന്ന ആൾക്കാർ കൂടി, അതായത് തന്മാത്ര അല്ലെങ്കിൽ ആറ്റങ്ങൾ കൂടി, കണികകളുടെ എണ്ണം കൂടി. അപ്പൊ കണികകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? വോള്യം കൂടും. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും വാതകങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസാരമാണ്. ആണോ? അങ്ങനെയാണോ? ശരിയാണോ? അത് നമ്മളൊരു സിലിണ്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ, ഒരു കണ്ടെയ്നറിൽ കുറച്ച് വാതകം, ഗ്യാസ് എടുക്കുക എന്ന് വിചാരിക്കും. നമ്മൾ സോളിഡ് നിൽക്കണ മാതിരി എല്ലാ ആൾക്കാരും അടുപ്പിച്ചടുപ്പിച്ചാണോ അതിൽ നിൽക്കുക? അല്ല. ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര എവിടെയാണെങ്കിൽ അടുത്ത ആൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ? ഇവരൊക്കെ ഭയങ്കര വിട്ടുവിട്ടാണ് നിൽക്കുക. കാരണം എന്താണ്? ഇവർക്കിടയിലുള്ള ആകർഷണം വളരെ കുറവാണ്. അപ്പം ഈ തന്മാത്രകളുടെ മാത്രം വോള്യം എടുത്ത് നോക്കിയാൽ, വ്യാപ്തം എടുത്ത് നോക്കിയാൽ മൊത്തത്തിലുള്ള വ്യാപ്താവോ? ഏതാണ് ഒരു വാതകത്തിന്റെ വ്യാപ്തം? അത് ഏത് കണ്ടെയ്നർ, ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൻ്റെ വ്യാപ്തമാണ് വാതകത്തിന്റെ വ്യാപ്തം. അങ്ങനെയാണെങ്കിൽ തന്മാത്രകളുടെ വ്യാപ്തം വെച്ച് നോക്കുമ്പോൾ മറ്റേത് കൂടുതലല്ലേ? അല്ലേ? അപ്പം ഇതെന്താണ്? ശരിയാണ്. ഒന്നാമത്തത് എന്താണ്? ശരിയാണ്. വാതകത്തിന്റെ തന്മാത്രകൾ ഒരേ ദിശയിൽ മാത്രം ചലിക്കുന്നു. ശരിയാണോ? ഗ്യാസിന്റെ മോളിക്യൂൾ ഒരേ ഡയറക്ഷനിൽ മാത്രമാണോ മൂവ് ചെയ്യുക? അല്ല. ഈ ഒരു തന്മാത്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കും എന്ത് ചെയ്യും? ചലിക്കും. അപ്പം ഇത് തെറ്റാണ്. അടുത്ത ചോദ്യം. വാതകത്തിന്റെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? ഏത് ഡയറക്ഷനിലും എപ്പോഴും ഇവരെന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്റ്റികമല്ല. ശരിയാണോ? ഇലാസ്റ്റികമാണ്. എന്താണ്? ഇലാസ്റ്റിക് ആണ്. അതെന്താണ്? ഇലാസ്റ്റിക് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. സ്ഥിര താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്ത്? നമ്മൾ പറഞ്ഞു, ബോയിൽ നിയമം നേരെ തലകുത്തനെ ചോദിച്ചു എന്നുള്ളൂ. എന്താണ്? സ്ഥിര താപനിലയിലാണെങ്കിൽ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യും? കുറയും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, വ്യാപ്തം കുറയുന്നതിനനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യും? കൂടും. അല്ലേ? ഏത് വാതക നിയമമാണ്? ഏതാണ്? ബോയിൽ നിയമമാണല്ലേ. 2 atm മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം 100 ലിറ്റർ ആണ്. താപനില വ്യത്യാസപ്പെടാതെ ഈ വാതകത്തിന്റെ മർദ്ദം ഇരട്ടിയാക്കിയാൽ അതിന്റെ വ്യാപ്തം എത്രയായി മാറും? പിന്നെയും ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത് അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എന്താ കാണണ്ടേ? നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളെ എടുത്തെഴുതുക. ആദ്യം എന്താ തന്നത്? P1 തന്നിട്ടുണ്ട്, 2 atm. പിന്നെന്താ തന്നിട്ടുള്ളേ? വ്യാപ്തം V1 തന്നിട്ടുണ്ട്. V1 എത്രയാണ്? 100 ലിറ്റർ അല്ലേ? താപനിലയിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. ഈ വാതകത്തിന്റെ മർദ്ദം ഇരട്ടിയാക്കി. അങ്ങനെയാണെങ്കിൽ P2 എന്താണ്? ആദ്യത്തതിന്റെ ഇരട്ടി, 2ന്റെ ഇരട്ടി എത്രയാണ്? 4 atm ആക്കി. വ്യാപ്തം എത്രയായി മാറും? എന്താ കാണണ്ടേ? V2 ആണ് കാണേണ്ടത്. എന്താണ് കാണേണ്ടത്? V2. എന്താ ചെയ്യുക? ഇക്വേഷൻ എന്താ? P1 V1 സമം P2 V2 അല്ലേ? ഇനി P1 നമുക്കറിയാം, V1 നമുക്കറിയാം, V2 ആണ് കാണേണ്ടത്. V2 കാണണമെങ്കിൽ എന്താ ചെയ്യുക? V2 സമം P1 V1 ബൈ P2. V2 സമം എന്താണ്? P1 V1 ബൈ V2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 × 100/4. എന്താണ്?
200/4 എത്ര വരും? എത്ര കിട്ടുക നമുക്ക് 200/4 ചെയ്താൽ? 50 ലിറ്റർ. എത്രയാണ്? 50 ലിറ്റർ ആയിരിക്കും ഉത്തരം. സിമ്പിൾ അല്ലേ? ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി വരും. ഏത്? ചാൾസ് നിയമം സംബന്ധിച്ചിട്ടുള്ള. ചാൾസ് നിയമത്തിൽ എന്താ നമ്മൾ പറയണേ? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ് അല്ലേ? വോള്യൂം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആര് കൂടും? വോള്യൂം കൂടും, വ്യാപ്തം കൂടും എന്നാ പറയണേ. ഇവിടെ പ്രോബ്ലം വരുമ്പോൾ എന്താ ചെയ്യുക? V/T എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. V/T എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താ? V1/T1 സമം V2/T2. ക്ലിയർ ആണല്ലോ? ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടും.